അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി ഇടതുമുന്നണി നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ച ഓഗസ്റ്റ് 7 നടക്കും. രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് ചർച്ച. ഇത് സംബന്ധിച്ച അറിയിപ്പ് എല്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കും രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചിട്ടുണ്ടെന്നും അവിശ്വാസ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് പോലീസിന്റെ സഹായം തേടുമെന്നും അഞ്ചൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എം ജയകുമാരൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഓഗസ്റ്റ് 7 രാവിലെ 10:30 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. കത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും ഇവിടുന്ന് രേഖാമൂലം കത്ത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനിൽ നിന്നോട്ട് വിളിച്ചിരുന്ന് ബന്ധപ്പെട്ട ക്രമസമാധാന നിലകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട CIക്ക് കത്ത് കൊടുത്ത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് നിർദ്ദേശം എനിക്ക് തന്നിട്ടുണ്ട്. കോൺഗ്രസിലെ എ സക്കീർ ഹുസൈനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. UDF മുന്നണിയിൽ തന്നെയുള്ള CMP പ്രതിനിധി ഗിരിജ തമ്പിയും CPM വിമതനായി ജയിച്ച UDF ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ N അനിൽകുമാറും അടക്കം 11 പേർ ഒപ്പിട്ടാണ് LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. CMPക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് UDFിലുണ്ടായ തർക്കമാണ് ഗിരിജ തമ്പി എതിർപ്പാളയത്തിൽ എത്തിച്ചേരാൻ കാരണമായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിച്ച് വിജയിച്ച അനിൽകുമാർ സംഘടനാ നടപടികൾ നേരിട്ട സാഹചര്യത്തിലാണ് അന്ന് UDFിനൊപ്പം ചേർന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ CPMൽ തിരിച്ചെത്താമെന്ന അവസ്ഥ വന്നതോടെയാണ് LDFിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ച് അവിശ്വാസത്തിൽ ഒപ്പുവച്ചത്. അവിശ്വാസ പ്രമേയത്തിലൂടെ UDFിനെ താഴെ ഇറക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF കേന്ദ്രങ്ങൾ. എന്നാൽ എന്ത് വില കൊടുത്തും ഭരണം നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് UDF. LDF പാളയത്തിലെത്തിയ ഇരുവരുമായും രഹസ്യ ചർച്ചകൾ നടത്തിവരികയാണ് കോൺഗ്രസ് നേതൃത്വം. KPCC സെക്രട്ടറിയായ ചാമക്കാല ജ്യോതികുമാറിന്റെ കൂടി ഗ്രാമപഞ്ചായത്താണ് അഞ്ചൽ. ഇതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണം നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.